കേരളത്തിൻ്റെ ഭാവി സമര പോരാട്ടങ്ങൾക്ക് VS അടക്കമുള്ള നേതാക്കൾ പകർന്നു നൽകിയിട്ടുള്ള ഊർജം, അനുഭവം അത് വിസ്മരിക്കാവുന്നതല്ല എന്ന് വലിയ തോതിൽ ഈ ജനസമൂഹം വിളിച്ചു പറയുകയാണ്. അവരതുകൊണ്ടാണ് VSനെ പോലൊരു നേതാവിന് ഇത്ര വലിയ വിടവാങ്ങൽ ആദരവോടെ നൽകുന്നത്. സ്നേഹാദരങ്ങൾ പങ്കുവെക്കുകയാണ്. ഈ പാതയോരങ്ങളിൽ ഒത്തുചേർന്ന് ബാക്കിയെല്ലാം മാറ്റിവെച്ച് VSന് വേണ്ടി VSനെ അവസാനമായി ഒരു നോക്ക് കാണുന്നു എന്നതിനേക്കാളപ്പുറം അതിന് പങ്കാളിയാവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം VSൻ്റെ ഒരു സമരജീവിതമായി, ഒരു നൂറ്റാണ്ട് പിന്നിട്ട സമരജീവിതമാണ് VS മലയാളിക്കായി നൽകിയത്. മലയാളി എന്ന് പറയുമ്പോൾ കേരളത്തിന് ഇന്ന് കാണുന്ന ഈ ആധുനിക കേരളത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിലേക്ക് പാവപ്പെട്ടവൻ്റെ തലമുറകളുടെ ഉന്നമനത്തിന് വേണ്ടി ഏറ്റവും മികച്ച വിദ്യാഭ്യാസം, പാവപ്പെട്ടവർക്കും ഏറ്റവും മികച്ച അവസരങ്ങൾ കൈവരും വിധത്തിലേക്ക് തലമുറകളെ വാർത്തെടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ അനിഷേധ്യമായ നേതൃസ്ഥാനമാണ് VS അച്യുതാനന്ദൻ. ആ VS അച്യുതാനന്ദൻ ആ വിധം വിടവാങ്ങുമ്പോൾ ആ VSന് എല്ലാ തരത്തിലുമുള്ള ഒരു വലിയ ആദരവോടെയുള്ള വിടവാങ്ങലാണിപ്പോൾ തലസ്ഥാന നഗരം നൽകിയത്. ഇത് തലസ്ഥാന നഗരത്തിൻ്റെ മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം, തലസ്ഥാന നഗരത്തിനും അപ്പുറം കേരളമാകെ ഈ വിധം ഈ പാതയോരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കടന്നു പോകുന്ന വഴികളിലൊക്കെ ഇങ്ങനെ പോകുന്ന ഈ യാത്ര ഏത് നേരമാകും ആലപ്പുഴയിലേക്ക് എത്തുക, VSൻ്റെ വീട്ടിലേക്ക്, പറവൂരിലെ വീട്ടിലേക്ക് അദ്ദേഹം അവസാനമായി എത്തുക എന്നൊന്നും ഇപ്പോൾ നിശ്ചയമില്ലാത്ത വിധം കടന്നു പോവുകയാണ്. വൈകുന്നേരവുമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ തോതിലേക്ക് ഇവിടേക്കെല്ലാം ഇങ്ങനെ വരുന്നു. പുഷ്പവൃഷ്ടി തന്നെയാണ് ഇവിടെയെല്ലാം ഈ പ്രവർത്തകരും VSൻ്റെ രാഷ്ട്രീയവും അതുപോലെ VS എന്ന നേതാവിനെയും ആരാധനയോടെ ആദരവോടെ കാണുന്ന കേരളീയ പൊതുസമൂഹം അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കടന്നു പോകുന്ന വഴികളിൽ മുദ്രാവാക്യം വിളികളും പുഷ്പം പ്രവർത്തകർ, ഞാൻ മുമ്പ് പാളയത്ത് വെച്ച് പറഞ്ഞ കാര്യമുണ്ട്, ഒരു കയ്യിൽ ചെങ്കൊടിയും മറുകൈയിൽ പൂവുമായി ആണ് VSനെ അവസാനമായി കാണാൻ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ ആവേശകരമായ കാഴ്ചകളുമായി എങ്ങനെ പോകുന്നു. കേശവദാസപുരം പിന്നിട്ട് മുന്നോട്ട് പോകുന്ന ഈ കാഴ്ച എന്നുള്ളത് മുന്നോട്ട് പോവുകയാണ്. നോക്കൂ, അക്ഷരാർത്ഥത്തിൽ റോസാപ്പൂവാണ് ഇവരെടുത്ത് ഈ വിധം VSന് വേണ്ടി അവർ നൽകുന്നത്.